വൈക്കം വലിയ കവലയിലെ തമിഴ്നാട് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള നവീകരിച്ച തന്തൈ പെരിയോർ ഇ.വി. രാമസ്വാമി നായ്ക്കർ സ്മാരകത്തിന്റെ ഉദ്ഘാടനമാണ് നാളെ നടക്കുന്നത്. സ്മാരക മന്ദിരം തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് നാളെ രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ദ്രാവിഡ കഴക അധ്യക്ഷൻ കെ. വീരമണി വിശിഷ്ടാതിഥിയാകും. കേരളത്തിലെ ഇത്തരത്തിലുള്ള അസമത്വത്തിനെതിരെ ഇവിടെ ശക്തമായ സമരങ്ങൾ നടത്തുമ്പോൾ ആ സമരത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ആ സമര സഹാക്കളെ അല്ലെങ്കിൽ സമരം നയിച്ചുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാം അറസ്റ്റ് ചെയ്ത് മാറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ആ സമരം മുന്നോട്ട് നയിക്കുന്നതിന് ഇവിടെ ഒരാൾ വേണം എന്നുള്ള ഒരു തീരുമാനമുണ്ടാകുകയും തന്തൈ പെരിയോറിനെ അതിനുവേണ്ടി നിയോഗിക്കുന്നതും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പത്നിയും അനുയായികളുമാണ് പിന്നീട് ഇവിടെ വൈക്കത്ത് വന്ന് ആ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് പിന്നീടുള്ള ദിവസങ്ങളിൽ ആ സമരത്തെ നയിക്കുന്നത്. തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് 8.14 കോടി രൂപ വിനിയോഗിച്ചാണ് സ്മാരകം നവീകരിച്ചത്. പെരിയോറുടെ ചിത്രങ്ങളും മറ്റും പ്രദർശിപ്പിച്ചിരുന്ന മ്യൂസിയം പ്രവർത്തിച്ചിരുന്ന കെട്ടിടം ഭാഗികമായി പൊളിച്ച് ഇരുനിലയാക്കി. താഴത്തെ നിലയിൽ മ്യൂസിയവും മുകളിലത്തെ നിലയിൽ ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുമാണ് പ്രവർത്തിക്കുക. രാമസ്വാമി നായ്ക്കരുടെ പ്രതിമയ്ക്ക് മുന്നിലായി വലിയ കവാടവും നിർമ്മിച്ചിട്ടുണ്ട്. ഓപ്പൺ സ്റ്റേജിന് മുകളിൽ റൂഫ് ചെയ്തു. ഇതിന് സമീപത്തെ പുതിയ കെട്ടിടത്തിലാണ് ലൈബ്രറി പ്രവർത്തിക്കുക. കുട്ടികൾക്കായി പാർക്കും അതോടൊപ്പം ഉദ്യാനവും ഒരുക്കിയിട്ടുണ്ട്. പെരിയോറുടെ ജീവചരിത്രം, സമരചരിത്രം, പ്രധാന നേതാക്കൾ എന്നിവയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും പെരിയോറുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച തമിഴ്, മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിലുള്ള സമാഹാരങ്ങളും നവീകരിക്കുന്ന സ്മാരകത്തിൽ സൂക്ഷിക്കാനും സൗകര്യമുണ്ട്. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.